മിക്ക ആളുകളും അറിയാത്ത ഒരു വിപ്ലവം നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുകയാണ്. ഈ വിപ്ലവം വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന മൃഗത്തിന്റെ അടയാളം അവതരിപ്പിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. IoT എന്ന് അറിയപ്പെടുന്നു. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നത് കണക്ട് ചെയ്തിട്ടുള്ള ഭൗതിക ഉപകരണങ്ങളുടെ ഒരു വലിയ ശൃംഖലയെ സൂചിപ്പിക്കുന്നു. ഇന്റർനെറ്റ് ഡേറ്റ ശേഖരിക്കുവാനും പങ്കിടാനും അവരെ അനുവദിക്കുന്നു. IoT ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആശയം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറുന്ന അതിവേഗം വികസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്. ലൈറ്റുകൾ, എയർ കണ്ടീഷനിങ്, തെർമോസ്റ്റാറ്റുകൾ എന്നിവ നിയന്ത്രിക്കുന്ന സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സുരക്ഷാ സംവിധാനങ്ങളും ആരോഗ്യവും പ്രവർത്തന നിലവാരവും നിരീക്ഷിക്കുന്ന ധരിക്കാവുന്ന ഫിറ്റ്നസ് ട്രാക്കറുകൾ, വാച്ചസ്, ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ. തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകളും ഓട്ടോണമസ് ഡ്രൈവിംഗ് കഴിവുകളും വാഗ്ദാനം ചെയ്യുന്ന കണക്ടിവിറ്റിയുള്ള കാറുകളും ഇന്ന് ഉണ്ടല്ലോ. ഈ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിടുന്നതാണ്. എന്നാൽ അവ മറ്റൊരു ലക്ഷ്യവും നൽകുന്നു. നമ്മളെക്കുറിച്ചുള്ള വലിയ അളവിലുള്ള ഡേറ്റ ശേഖരിക്കുന്നു. സ്മാർട്ട് ഡിവൈസസ് അഥവാ സ്മാർട്ട് ഉപകരണങ്ങൾ, സ്മാർട്ട് കാറുകൾ, സ്മാർട്ട് സിറ്റികൾ, ഇവയെല്ലാം ഇന്റർനെറ്റിലൂടെ നമ്മുടെ ജീവിതത്തെ പുനർനിർവചിക്കുന്നു. ഈ ഉപകരണങ്ങൾ ഉള്ള ഒരു യുഗത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇന്റർനെറ്റ് ഹിസ്റ്ററി, ലൊക്കേഷനുകൾ എന്നിവ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അടുത്ത നിമിഷം ഏത് മുറിയിലാണെന്നോ, ഓരോ മുറിയിലും ശരാശരി എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് അറിയുന്ന ഒരു സ്മാർട്ട് ഹോം സിസ്റ്റം നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഈ നിലയിലുള്ള നിരീക്ഷണം അത്ഭുതപൂർവമാണ്. ഇത് തുടക്കം മാത്രമാണ്. മിക്ക ആളുകളും ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ വളരെ കുറച്ച് പേർ മാത്രമേ അതിനെക്കുറിച്ച് അറിയൂ. ഈ സാങ്കേതിക വിദ്യയുടെ കൂടുതൽ അടുപ്പമുള്ള ഒരു ഡെവലപ്മെൻ്റാണ് ഇന്റർനെറ്റ് ഓഫ് ബോഡീസ് അല്ലെങ്കിൽ IOB. ഇന്റർനെറ്റ് ഓഫ് ബോഡീസിൽ ആരോഗ്യത്തിൻ്റെ ഡീറ്റെയിൽസും ബയോമെട്രിക് ഡേറ്റയും ശേഖരിക്കുന്നതിനായി മനുഷ്യ ശരീരത്തിൽ സംയോജിപ്പിച്ചതോ ധരിക്കാവുന്നതോ ആയ ഉപകരണങ്ങളാണ് ഉള്ളത്. IoTയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ IOB പുതിയതും ഉയർന്നു വരുന്നതുമായ ഒരു മേഖലയാണ്. എങ്കിലും അത് അതിവേഗമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരുപക്ഷെ 2025 ആകുമ്പോഴേക്കും ആളുകളുടെ ശരീരത്തിലേക്ക് ഈ സാങ്കേതിക വിദ്യയുടെ സംയോജനത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്തോ തലച്ചോറിലോ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്ന ഇംപ്ലാന്റ് ചെയ്യാവുന്ന ഉപകരണങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ തലച്ചോറും ബാഹ്യ ഉപകരണങ്ങളും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം അനുവദിക്കുന്ന ഇൻ്റർഫേസുകൾ ആണ് ഉള്ളത്. ഇത് സയൻസ് ഫിക്ഷൻ സിനിമയൊന്നുമല്ല, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തയിടയ്ക്ക് സംഭവിച്ച കാര്യമൊന്ന് നോക്കൂ. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകളിൽ പ്രവർത്തിക്കുന്ന ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് എന്ന വ്യക്തിയുടെ ന്യൂറാലിങ്ക് എന്ന കമ്പനി ഈ വർഷം മാത്രം ന്യൂറാലിങ്ക് കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂറാലിങ്ക് ഉപകരണം മനുഷ്യരിൽ പരീക്ഷിക്കുവാൻ US അധികൃതർ അനുമതി നൽകി. 7 മാസം മുമ്പ് ജനുവരിയിലാണ് നോളൻഡ് ആർബോ എന്ന വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയയിലൂടെ ന്യൂറാലിങ്ക് ഉപകരണം ഇംപ്ലാന്റ് ചെയ്തത്. 2016 വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഒരു അപകടത്തിൽ നോളൻഡ് ആർബോയുടെ കഴുത്തിന് താഴെ ശരീരം തളർന്നുപോയത്. നല്ലൊരു അത്ലീറ്റ് കൂടിയായിരുന്നു ആർബോ. മുമ്പത്തേക്കാൾ സജീവമാണ് ഇപ്പോൾ ആർബോയുടെ ജീവിതം. ദിവസേന 4 മണിക്കൂറോളം ന്യൂറാലിങ്ക് കേന്ദ്രങ്ങളിൽ ചെലവഴിക്കുന്നു. ഇംപ്ലാന്റ് ഉപയോഗിച്ച് വിവിധ പ്രവർത്തികൾ ചെയ്യും. കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക പോലുള്ള ജോലികൾ ഇംപ്ലാന്റിന്റെ സഹായത്തോടെ ചെയ്യാനുള്ള പരിശീലനവും ആർബോയ്ക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫ്രഞ്ച്, ജാപ്പനീസ് ഭാഷകൾ പരിശീലിക്കുന്നു. മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അദ്ദേഹം പഠിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ശ്രദ്ധേയമായ നേട്ടം ഉപകരണത്തിന്റെ കഴിവിനെ എടുത്തു കാണിക്കുന്നതാണ്. ഉയർന്ന കൃത്യതയോടെ ന്യൂറൽ സിഗ്നലുകൾ വ്യാഖ്യാനിക്കുകയും സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ടാസ്കുകൾ നിർവഹിക്കുവാൻ ആർബോവിനെ അനുവദിക്കുന്നു. ന്യൂറാലിങ്ക് ആളുകളെ സഹായിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ദുർബലമായ അവസ്ഥകളിൽ ജീവിക്കുന്നവർ ബാഹ്യ ഉപകരണങ്ങളെ അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയൊന്നും അത് അവസാനിക്കുന്നില്ല. ഈ സംവിധാനങ്ങളിലൂടെ വളരെ പുരോഗമിച്ച ഒരു ഭാവിയാണ് വേൾഡ് ഇക്കണോമിക് ഫോറം പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികളെ മാത്രമല്ല, നമ്മുടെ ചിന്തകളെയും നിരീക്ഷിക്കുവാൻ കഴിയും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ ചിന്തകൾ നിരീക്ഷിക്കുന്നു. നമ്മുടെ സ്വകാര്യ ചിന്തകൾ ഇനി സ്വകാര്യമായിരിക്കുകയില്ല. നിങ്ങളിൽ ചിലർക്ക് ഇത് വിദൂരമായതായി തോന്നാം. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ, നേരത്തെ തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ഘട്ടങ്ങൾ ഇതിനകം ഇവിടെയുണ്ട്.
ന്യൂറാലിങ്കിൻ്റെ മുന്നേറ്റങ്ങൾ ഒരു തുടക്കം മാത്രമാണ്. മനുഷ്യ നവീകരണത്തിൻ്റെ ശക്തിയെ കുറച്ചു കാണരുത്. ഇന്ന് നിങ്ങൾ നിസ്സാരമായി കാണുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിക്കുക. വെറും 300 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മന്ത്രവാദമായി കണക്കാക്കപ്പെട്ടിരുന്നു. നമ്മുടെ ലോകം വളരെ പെട്ടെന്ന് തന്നെയാണ് മാറിയത്. നമ്മുടെ ചിന്തകൾ പോലും നിരീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ നാം എത്തും എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല. 2025ഓടെ ഇൻ്റർനെറ്റ് ഓഫ് ബോഡീസിൽ നാടകീയമായ വർധനവിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. കൂടുതൽ ഇംപ്ലാന്റ് ചെയ്യാവുന്ന ചിപ്പുകളും മറ്റ് സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കുന്നത് നമ്മൾ കാണും. മനുഷ്യർ ഈ മുന്നേറ്റങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അഥവാ മോഡേൺ മെഡിസിൻ്റെയും ടെക്നോളജിയുടെയും അത്ഭുതങ്ങളായി വാഴ്ത്തും. എന്നാൽ നാം ജാഗരൂകരായിരിക്കണം. അത്തരം സാങ്കേതിക വിദ്യയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-17 വാക്യങ്ങൾ മൃഗത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. മൃഗത്തിൻ്റെ അടയാളം ഒരു പ്രതീകമാണ്. എതിർ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും ദൈവത്തെ തിരസ്കരിക്കുന്നതിൻ്റെയും പ്രതീകമാണ്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുമ്പോൾ നാം ജാഗ്രത പാലിക്കണം. ഒരു പരിധി വരെ നമ്മെ നിയന്ത്രിക്കുവാനും നിരീക്ഷിക്കുവാനും ശ്രമിക്കുന്ന ഏതൊരു സംവിധാനവും എതിർ ക്രിസ്തുവിൻ്റെ അടയാളം അടിച്ചേൽപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന സംവിധാനമാകാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അത്തരമൊരു സംവിധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്ന ഒരു ഇംപ്ലാന്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. അതുകൊണ്ട് നാം തയ്യാറായിരിക്കണം. പല അടയാളങ്ങൾക്കും നാം സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിയുന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യ പോലുള്ള പ്രലോഭിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാൽ ലോകം അത് മറച്ചു പിടിക്കും. ഹൃദയാഘാതം സംഭവിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഉപകരണം നിങ്ങളെയും മെഡിക്കൽ പ്രൊഫഷണലുകളെയും അറിയിക്കും. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ആരാണ് അതിശയപ്പെടാത്തത്? ആരാണ് അതിൽ മതിമറന്നു പോകാത്തത്? ഈ ലോകത്തിൻ്റെ ദൈവം ആരാണെന്ന് ഓർക്കുക. നുണകളുടെ പിതാവ് ആരാണ് എന്ന് ഓർക്കുക. ഒരു വിപ്ലവം നമ്മുടെ കൺമുന്നിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു. മിക്ക ആളുകളും അറിയാത്ത ഒരു വിപ്ലവമാണ്. ഈ വിപ്ലവം വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്നത് പോലെ മൃഗത്തിൻ്റെ അടയാളം അവതരിപ്പിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയത്രേ, അതിൻ്റെ സംഖ്യ 666. വെളിപ്പാട് പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ 666 എന്നത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അത് നിങ്ങൾ അറിയണമെന്ന് ദൈവവചനം ആഗ്രഹിക്കുന്നു. എതിർ ക്രിസ്തു ഒരു മനുഷ്യനാണ്, ഒരു മാലാഖയല്ല. അവനൊരു മനുഷ്യനാണ്, ഒരു വ്യവസ്ഥയല്ല. അവനൊരു മനുഷ്യനാണ്, ഒരു ഗവൺമെൻറ് അല്ല. അവൻ ഒരു മനുഷ്യനാണ്, ഒരു സ്ഥാപനമല്ല. എതിർ ക്രിസ്തു ഒരു മനുഷ്യനാണ്, ഒരു സംഘടനയല്ല. എതിർ ക്രിസ്തു ഒരു മനുഷ്യനാണ്, ഒരു സീക്രട്ട് സർവീസ് ഒന്നുമല്ല. അവനൊരു മനുഷ്യനാണ്, ആത്മീയ ജീവിയല്ല. അവൻ ഒരു മനുഷ്യനാണ്, ഒരു ശക്തിയല്ല. എതിർ ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം സംസാരിക്കുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചാണെന്നും അവൻ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കുമെന്നും വ്യക്തമാക്കുവാൻ ദൈവവചനം ആഗ്രഹിക്കുന്നു. ബൈബിൾ ഈ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് കടലിൽ നിന്നുള്ള മൃഗം എന്നാണ്. എതിർ ക്രിസ്തുവിനെ കടലിൽ നിന്നുള്ള മൃഗം എന്ന പ്രതീകാത്മക വിവരണം അവൻ്റെ സ്വഭാവം, അവൻ്റെ ഉത്ഭവം എന്നിവ വെളിപ്പെടുത്തുന്നു. എതിർ ക്രിസ്തു ഒരു മനുഷ്യനാണെങ്കിലും ദൈവത്തിൻ്റെ ദിവ്യരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനായി ദൈവം അവനെ കാണുന്നില്ല. മറിച്ച് ദൈവം അവനെ ഒരു മൃഗമായി കാണുന്നു. സാത്താൻ എന്ന മഹാസർപ്പത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വന്യമൃഗത്തെ പോലെയാണ് എതിർ ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ പറയുന്നു, അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ശക്തിയും വലിയ അധികാരവും അവന് നൽകിയത് സാത്താനാണ്. പലരും മൊത്തത്തിൽ സാത്താൻ്റെ അധികാരത്തെ കുറച്ചു കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം അനുസരിച്ച് എതിർ ക്രിസ്തു അഥവാ മൃഗം അധികാരത്തിൽ വരികയും 7 വർഷത്തേക്ക് ഇസ്രായേലുമായി ഒരു ഉടമ്പടി ഒപ്പിടുകയും ചെയ്യും. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കിക്കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. എസ്കറ്റോളജിക്കൽ പ്രവചനത്തിൻ്റെ ഒരു നിർണായക വശമാണ് ഇത്. ഇസ്രായേലുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുന്ന
ഭാവി നേതാവിലേക്കാണ് ഈ ഭാഗം വിരൽ ചൂണ്ടുന്നത്. ഇന്ന് നമ്മുടെ കൺമുന്നിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ കേവലം രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കാൾ കൂടുതലായിരിക്കാം. 7 വർഷത്തേക്ക് സുരക്ഷയും സ്ഥിരതയും വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും ഈ സമാധാനം ഒരു പ്രത്യേക മുഖമായിരിക്കും. ആത്യന്തികമായി ഉടമ്പടി ലംഘിക്കുകയും ലോകം കണ്ടിട്ടില്ലാത്ത വിധം മഹാകഷ്ടത കൊണ്ടുവരികയും ചെയ്യുന്ന എതിർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങളെ അത് മറയ്ക്കുന്നു. ഇസ്രായേലിലെ നിലവിലെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു വ്യക്തിക്ക് വേദിയൊരുക്കിയതായി തോന്നുന്നു. നിലവിലുള്ള സംഘർഷങ്ങൾ, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ, ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികൾ ഒക്കെ പരിശോധിക്കുമ്പോൾ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ രംഗപ്രവേശനത്തിന് അത് സാധ്യതകൾ കൂട്ടുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ശാശ്വത പരിഹാരത്തിനുള്ള മുറവിളി ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ പ്രക്ഷുബ്ധതയ്ക്കിടയിൽ ഒരുപക്ഷെ നമ്മൾ എതിർ ക്രിസ്തുവിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുമോ? എതിർ ക്രിസ്തു ഇതിനകം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരിക്കുമോ? ലോകവേദിയിലേക്ക് ചുവടുവെക്കുവാൻ തയ്യാറാകുകയാണോ? വെളിപ്പാടിന്റെ പുസ്തകം നമ്മുടെ കൺമുന്നിൽ വെളിപ്പെടുവാൻ പോകുകയാണോ? അപ്പോകാലിപ്സ് ഭൂമിയിൽ എത്തുന്നതിൻ്റെ വക്കിലാണോ? കള്ളപ്രവാചകനും അവൻ്റെ നുണ പറയുന്ന അത്ഭുതങ്ങളും ഇവിടെ രംഗപ്രവേശനം ചെയ്തു. വെളിപ്പാട് 11-ലെ 2 സാക്ഷികൾ അവർക്ക് ആകാശത്തെ അടച്ചിടാൻ അധികാരമുള്ളവരായിരിക്കുമോ? അവരുടെ വരവ് ആസന്നമായോ? ആഗോള പ്രതിസന്ധികൾ, ലോകമെമ്പാടുമുള്ള ആശയവിനിമയവും നിയന്ത്രണവും പ്രാപ്തമാക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഒരു ആഗോള ഗവൺമെൻറ്റിനായുള്ള വർദ്ധിച്ചുവരുന്ന ആഹ്വാനങ്ങൾ, ഇതെല്ലാം ഈ പ്രവചനങ്ങളുടെ ആസന്നമായ നിവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. എതിർ ക്രിസ്തു ഇന്ന് ഭൂമിയിൽ ഉണ്ടാകാം. അധികാരം പിടിച്ചെടുക്കാനും തൻ്റെ വഞ്ചനാപരമായ ഭരണം ആരംഭിക്കാനുമുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ഈ അടയാളങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ഒന്നാമതായി, നമ്മൾ ജാഗ്രതയോടെ നിലനിൽക്കണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവും ബോധവും ഉണ്ടായിരിക്കണം. ആത്മീയമായും പ്രായോഗികമായും തയ്യാറായിരിക്കണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കുവാനും വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാനുമുള്ള സമയമാണ് ഇത്. മറ്റുള്ളവരിലേക്ക് എത്താനും സന്ദേശം പങ്കിടാനുമുള്ള സമയം കൂടിയാണ് ഇത്. പ്രക്ഷുബ്ധമായ ഈ സമയങ്ങളിൽ നാം സഞ്ചരിക്കുമ്പോൾ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന് വിശ്വസിക്കണം. പ്രതിസന്ധിയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ നമ്മെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എത്രമാത്രം വെല്ലുവിളികൾ ഈ ലോകത്തിൽ നേരിട്ടാലും ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് സമാധാനവും ശക്തിയും കണ്ടെത്താനാകും. ഒരുപക്ഷെ അന്ത്യനാളുകൾ നമ്മുടെ വാതിൽക്കൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഉണർന്നിരിക്കുക.